ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന അമൃതം പൊടി വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് പുഴുങ്ങാം. അമൃതം പൊടി വെച്ച് നല്ല ഹെൽത്തിയാണ്, നല്ല ഗുണമേന്മയുള്ളതാണ്. അമൃതം പൊടി വെച്ച് എന്തായാലും ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന പുട്ട് പുഴുങ്ങാൻ പോകുന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇച്ചിരി കട്ടയായിട്ടുണ്ട്, നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ചെറിയ ജാർ എടുത്തിട്ടൊന്ന് അതിനകത്തിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടുക്കി ഇങ്ങനെ ചെറുതായിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ നാക്കി ചെറുതായിട്ടാക്കി 2-3 തവണ നാക്കിയെടുത്ത് അന്നേരം ഇങ്ങനെ ഇതായി കിട്ടി. ഇനി നമുക്ക് ഒരു ചിരട്ടപ്പുട്ടാണ് വിഴുങ്ങുന്നത്. ചിരട്ടപ്പുട്ട് വിഴുങ്ങുന്നതിന് വേണ്ടി നമുക്കൊരു ഇതെടുക്കാം. ചിരട്ടപ്പുട്ടിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒഴിച്ച് തേങ്ങ ഇതിനകത്തിട്ട് വെച്ചിട്ട് തേങ്ങയിട്ട് മാവിട്ട് കുറച്ച് തേങ്ങയിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടണം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അടപ്പേ വെച്ച് ഒരു 5 മിനിറ്റ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അമൃതം പൊടി കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. എന്നുവെച്ചാൽ ഇപ്പം അമൃതം പൊടിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അംഗൻവാടിയിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഇത് നല്ല പുട്ടുണ്ടാക്കാം, പല സൈസ് പലഹാരങ്ങൾ ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വീടുകളിൽ ഈ അമൃതം പൊടി വാങ്ങിച്ചിട്ട് പുട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഈ പുട്ടൊക്കെ നോക്കാൻ അടിപൊളി സോഫ്റ്റ് അടിക്കുന്നു, നല്ലോണം ഇതായി. ഇതിൻ്റെ കൂടെ പഴവും ഉണ്ടെങ്കിലും പപ്പടം വെച്ച് കഴിക്കാം. അതിന് നല്ല രുചിയും ടേസ്റ്റുമാണ്. ഇതിനെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. അമൃതം പൊടി വെച്ചുള്ള പുട്ട്. അമൃതം പൊടിയല്ല, എല്ലാ പൊടികളും നമുക്ക് പുട്ട് തയ്യാറാക്കാം. എങ്കിലും ഇത് നല്ല സോഫ്റ്റാണ്. ഇങ്ങനെയുള്ള പുട്ടുകൾ കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാ പുട്ടുകളും നല്ലതാണ്, എന്നാലും അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായ പുട്ടൊക്കെ പുഴുങ്ങാം. വെറൈറ്റി അല്ലേ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ പലതരത്തിലെ അമൃതം പൊടി വെച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി നോക്കുക. പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മറ്റേ തരം വീഡിയോകളുമായിട്ട് പിന്നെ വരാം. നാളെ വരാം.
എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സോഫ്റ്റായ നമ്മുടെ അമൃതം പൊടി കൊണ്ട് പുട്ട്.